ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ നന്നായി കഴുകിയിട്ട് ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ചെറിയ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒന്നും കൂടി നല്ല സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരമണിക്കൂറിന് ശേഷം എടുത്തിട്ട് പാന് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നല്ല ഓവറായിട്ടൊന്നും നല്ല മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു ഹാഫ് വേവൊക്കെ ആകുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. കാരണം ചിക്കൻ കൊണ്ടാട്ടം ആയതുകൊണ്ട് നല്ല നമ്മൾ സാധാരണ രീതിയിൽ വറുത്തെടുക്കുന്ന പോലെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിലൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയ ശേഷം അതിലുള്ള എണ്ണ ആ പാത്രത്തിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം അതിലാണ് നമ്മൾ ബാക്കിയുള്ളത് ചെയ്യാൻ പോകുന്നത്. ഇനി അതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. 4-5 വലിയ വറ്റൽമുളക് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഫ്ലേക്സ് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, കുഞ്ഞുള്ളി. അത് ഞാനൊരു 10-20 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഉള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂത്ത് കിട്ടുമ്പോഴാണ് ഈ ചിക്കൻ കൊണ്ടാട്ടത്തിന് കറക്റ്റ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മൂത്ത് വരുന്നുണ്ട്. വന്ന് തുടങ്ങിയപ്പോൾ ഞാനതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഞാനൊരു നുള്ള് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി മുളക് പൊടി. അതുപോലെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ ഉപ്പിൻ്റെ കുറച്ച് കുറവുള്ളത് കൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. ഇത് ഞാൻ 2 തക്കാളി നല്ല രീതിയിൽ പുഴുങ്ങി ജ്യൂസാക്കി എടുത്തതാണ്. പുഴുങ്ങി ജ്യൂസാക്കി എടുക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടാണ് ഞാനത് ജ്യൂസാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ടൊമാറ്റോ സോസ് കയ്യിലുള്ളവർ ആ സോസ് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ തക്കാളി പുഴുങ്ങി ജ്യൂസാക്കി എടുത്തിട്ടാണുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കുക.
മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒന്ന് കുറുകി കിട്ടണം. ഈ ഒരു രീതിയിൽ കറക്റ്റ് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതെല്ലാം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇത്ര ഈ ഒരു ഗ്രേവിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കറക്റ്റ് ഇതിൽ കിട്ടിയാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.